ഇന്ന് ഓണമായിട്ട് ഉള്ള പരിപാടി ചെന്നിട്ട് അതാ 2 പേരും കൂടി ഇതാ കുറേ ചെണ്ടുമല്ലിനെയൊക്കെ കേട് വരുത്തി. ഞാൻ വീട്ടിൽ ഓണമില്ല കേട്ടാ ഡി. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെണ്ടുമല്ലി വെച്ചാണ്. കാണില്ലേ ഓരോന്നെടുത്തിട്ട്. പിന്നെ ഇതാ പുള്ളിക്കാരി എവിടെയോ കൊണ്ടിട്ടു കേട്ടോ. ഒന്നിനെ ഫുള്ള് രാവിലെ അടിച്ചിട്ട് അതും ഇതും കത്തിച്ചിട്ട് ഓട്ടമാണ് അവിടെ. ചെറുതും ഓടും തന്നെ. നടക്ക് പോവുക. എന്താ ചളിയിലാണ് അവിടെ. നല്ല മഴയാണ് കേട്ടോ അന്ന്. നല്ല മഴ വെച്ചാൽ നല്ല മഴ. ഇന്നലെ നൈറ്റ് മുതൽ നല്ല മഴയായിരുന്നു. നിങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ്? നല്ല മഴ കേട്ടോ. അതാ ഭയങ്കര വെള്ളമായി ഇവിടെ എല്ലാവിടെയില്ല. ഫുൾ വെള്ളം. ഞങ്ങൾ ചെണ്ടുമല്ലി കുറച്ച് പറഞ്ഞില്ല, ബാലൻസ് ഇത്രയുണ്ട് കേട്ടോ. അതാ കാണുന്നുണ്ടോ? ഇപ്പോൾ പൂജയൊക്കെ വരികയല്ലേ, അപ്പോൾ നമുക്ക് ചെണ്ടുമല്ലി കൊടുക്കാം അല്ലേ? വേണ്ട, കുറേ ഉണ്ട്, ഇനിയുണ്ട് വിരിയാനും കുറേ ഉണ്ട് കേട്ടോ. ഇത് നോക്ക് കാണിക്കണം. എന്ത് ചെയ്താ ഒരുത്തി പ്ലാവലയും കൊണ്ടിരിക്കുകയാണ്. ഇനി അത് വെച്ചിട്ട് ഇത്ര നേരം ചെണ്ടുമല്ലി ആയിരുന്നു കേട്ടോ. ചെണ്ടുമല്ലി വെച്ചിട്ട് കളിക്കാമെന്ന് വെച്ചിട്ട് ഇരുന്ന് നോക്ക്. ആ ചെളിയിൽ 2 പേരും ഓണമായിട്ട് 2 പേരും വെറുതെ ഒന്ന് തുടച്ച് വിടാം വെള്ളത്തിൽ. കുളിപ്പിക്കേണ്ട പറഞ്ഞാൽ ഇങ്ങനെ ചെളിയായി വെച്ചാൽ എങ്ങനെയാണ് പറയുക കുളിപ്പിക്കാതിരിക്കുക? പക്ഷെ ഡോക്ടർ മസ്റ്റായിട്ട് കുളിപ്പിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്താണ് ഓണമായിട്ട് 2 പേരിൻ്റെ ഓണത്തല്ലാണ് കേട്ടോ. അവിടെ നിന്ന് ഫുൾ ഓണത്തല്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ചെറുതെവിടെ? അതാ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമുക്ക് രാവിലത്തെ കലാപരിപാടികളാണ് കേട്ടോ അവിടെ. വയ്യ നമുക്ക്. ആ രോമമൊക്കെ ഫുള്ളും വെള്ളം നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ ലിസ ഫുള്ളായി നനഞ്ഞിരിക്കുകയാണ്. കാണുന്നില്ലേ? ഇതാ ഓണത്തല്ലിനുള്ള പ്രാക്ടീസ് തുടങ്ങി ഞങ്ങൾ. അപ്പോൾ എല്ലാവരും എന്താണ് ഓണാഘോഷ പരിപാടികളൊക്കെ എന്ത് പറഞ്ഞു? നല്ലപോലെ ഓണാഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ? നാളെയാണല്ലോ മെയിനായിട്ട് തിരുവോണം. അപ്പോൾ നാളെ ആയിരിക്കും കൂടുതൽ ആഘോഷങ്ങൾ അല്ലേ? പരിപാടികളൊക്കെ ഉണ്ടാവും എല്ലാവരുടെ നാട്ടിലും ഓണപ്പരിപാടികൾ. ഇവിടെ അവിട്ടം ദിവസമാണ് കേട്ടോ, അതായത് 3-ാം ഓണം ദിവസമാണ് കേട്ടോ ഇവിടെ. എൻ്റെ വീട്ടിൽ നാളെയാണ് പരിപാടി. അപ്പോൾ ഇന്ന് പോയിട്ട് ഇന്ന് രാവിലെ പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും തിരിച്ച് വരാമെന്ന് വെച്ചിട്ട് വന്നു കേട്ടോ. ഓക്കെ. പിന്നെ ഓണത്തിന് ഓണക്കോടിയൊക്കെ എടുത്തോ? പിന്നെ കുറേ പേര് ഇവർക്ക് ഓണക്കോടി എടുത്തോന്നൊക്കെ ചെറുതിനൊക്കെ ചോദിച്ചു. ഇവൾക്ക് എന്ത് ഓണക്കോടി എടുക്കാനാണ്? നമുക്ക് സദ്യ വെച്ച പായസമോ പപ്പടമൊന്നും കൊടുക്കാനും പറ്റില്ല, പാവങ്ങൾ അല്ലേ? ഞങ്ങൾക്ക് ഇച്ചിരി ഡോഗ്സിൻ്റെ ബിസ്ക്കറ്റോ സെർലാക്കോ അല്ലേ ലിസാ? ഇച്ചിരി അങ്ങനെ എന്തെങ്കിലും കുറുക്കോ അങ്ങനെയൊക്കെയല്ലേ ഞങ്ങൾക്ക് സെറ്റ് ആവുള്ളൂ. എണിക്കോ? ഹലോ, എന്താണ് കാണില്ലേ നിങ്ങൾ? എന്താണ് രാവിലത്തെ പരിപാടിയാണ് കേട്ടോ. തമയത്തൊക്കെ ചെറിയാൻ പോയിട്ട് തുടച്ചു കൊടുക്കട്ടെ. അപ്പോൾ എണിച്ച് രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. അതായത് പുറത്തൊക്കെ പോകുമല്ലോ ഇവര്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞ് പുറത്ത് വിട്ടതാണ്. അതിൻ്റെ കോലമാണിതാ. ഇവിടെ തല്ലോട് തല്ലാണ് മക്കളെ. ഭയങ്കര അടിപ്പൊട്ടി പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പേടിയൊക്കെ മാറിയച്ചാ, പേടിയൊക്കെ മാറി. ഇനി ഓടില്ലേ ഞങ്ങൾ. ഇനി കുരയ്ക്കാനേ നിൽക്കുള്ളൂതാ. നോക്കി അനങ്ങുണ്ടോ നോക്കി. അടി കടിക്കാൻ പാടില്ല. ഇത് അച്ഛനെ കുരയ്ക്കണതാ. അതൊക്കെ ചളിയൊക്കെ ആയിട്ട് മഴ നനഞ്ഞു ഫുള്ളായിട്ട്. രോഗം മൊത്തം വെള്ളമായിട്ട് ഫുള്ളായി ഇരിക്കും. എൻ്റെ അടുത്ത് വരികയാണ്. അനങ്ങില്ല, പേടിയൊക്കെ മാറിയച്ചാ. ശരി പോട്ടെ. വേണ്ട വേണ്ടേസാ. ബാ വിട്. തുടച്ചു കൊടുക്കണം കേട്ടോ, വൃത്തിയാക്കണം. ഇനി പോയിട്ട് 2 പേരിന്. അവളുടെ മേലെയൊന്നും ആയിട്ടില്ല കേട്ടോ. അവളിത് ഒരു പ്ലാവലയും കൊണ്ട് ഓടാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ ഇവർ കളി. ഒരു ജസ്റ്റ് എന്തെങ്കിലും കൊണ്ട് ഓടും, എന്നിട്ട് ഇവളെ വിളിക്കും. എന്നിട്ട് 2 പേരും കൂടിയിട്ട് ആ ഒന്നിന് വേണ്ടിയിട്ട് ഇവിടെ വഴക്കാവും. ഇതാണ് ഇവരുടെ കഥ. പോകുന്നുണ്ട് ഇനി മെല്ലെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞാനപ്പോൾ പോവാ മതി. എനിക്ക് നിറയെ പണി. ഞാൻ രാവിലെയാണ് കേട്ടോ ആക്ച്വലി ഇത് വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരത്തേക്ക് എന്തായാലും വേണം, എനിക്ക് സമയം കിട്ടില്ല വീഡിയോ എടുക്കാൻ. ഞാൻ ഇവരുടെ വീട്ടിൽ പോകുമ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാമെന്നാണ് കരുതുന്നത്. പോയിട്ട് എന്തായാലും വൈകുന്നേരം ആവും വരെ. അപ്പോൾ ശരി എന്നാ പറഞ്ഞിട്ട് കുറച്ച് എന്തായാലും ഒരു വീഡിയോ വേണമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. കുറേ പേര് നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് കുറേ കമൻറ്റ്സ് തരുന്നുണ്ട്. അവർക്ക് എന്തായാലും നമ്മൾ വീഡിയോസ് ഇടാൻ ഒരു മാതിരിയാണ്. നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ.
നമ്മളെന്ത് തിരക്കാണെങ്കിലും ഒരു വീഡിയോസ് എന്തായാലും വിടും. കുറേ പേര് ഇതിനെ സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് എന്താ പറയുന്നത്. കുറേ ആൾക്കാർ എന്നും വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് കാണാറുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. പക്ഷേ ഇവർക്ക് വെറൈറ്റി എന്ന് പറഞ്ഞ് ചെയ്യാനില്ല. ഇവർ ഏതു നേരം ഫൈറ്റ് തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യും പറയും. ഓണത്തിന് എന്തെങ്കിലും കുറച്ച് ഫോട്ടോസുകളും ഇത്തിരി വീഡിയോസുകളും എടുക്കാമെന്ന് പറഞ്ഞ് പോയാൽ അപ്പോഴും ചണ്ടയാണ്. ഇവിടെയും ഫൈറ്റുകളാണ്. കുറുമ്പികൾ. അവർക്ക് പണ്ട് മനുഷ്യക്കുട്ടികളല്ലല്ലോ. എങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ലല്ലോ നമുക്ക്. സാരമില്ല, അവരെന്തെങ്കിലും ചെയ്യണത് ഇടുക. അത് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, പിന്നെ സ്നേഹിക്കുന്ന എത്ര ആൾക്കാരാണ് നമ്മുടെ ചാനലിൽ. ഇഷ്ടം പോലെ ഉണ്ട്. ഓരോരോ കാര്യങ്ങൾ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല നല്ല ടിപ്സുകളും പറഞ്ഞു തരുന്നുണ്ട്. കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഓണം ആഘോഷിക്കുക. നാളെ തിരുവോണമല്ലേ. നാളെയും നല്ലപോലെ ഓണം ആഘോഷിക്കുക. എൻജോയ് ചെയ്യുക കേട്ടോ. വർഷത്തിലൊരിക്കൽ വരുന്ന ആഘോഷമല്ലേ ഇതൊക്കെ. ഓക്കെ, അപ്പോൾ താങ്ക്സ്. ഞാനേ ഇതിനെ വേഗം കൂട്ടിയിട്ട് പോട്ടെ കേട്ടോ. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞത് രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ എനിക്കിനി വീട്ടിൽ പോയിട്ട് നിറയെ പണികളുണ്ട്. ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം. അഖിലേട്ടൻ ഇന്ന് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അഖിലേട്ടൻ്റെ കൂടെ ഞാൻ വേഗം പോകണം. എന്നാലേ അഖിലേട്ടൻ അതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇവിടെ നിന്ന് ഇച്ചിരി ദൂരമാണ്, അതായത് മെയിൻ റോഡിലേക്ക് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഓക്കെ, ഇവർ കൂടെ എങ്ങനെയും ഞാൻ വീഡിയോ എടുത്ത് നിന്നാൽ എൻ്റെ പണികളെല്ലാം പെൻഡിങ് ആവും. സമയത്തിന് പറ്റില്ല എത്താൻ. ബാ മതി ചളി കിടന്ന് ഉരുണ്ടിട്ട് നോക്കുന്നത്. എന്ത് കുട്ടി നാളെ മാറിയ പോലെ ഉണ്ട്. വാ തുടച്ചു തരാം. വാ എടുത്ത് വൃത്തിയെ തുടച്ചു കൊടുക്കട്ടെ. വാ അതാ വരുന്നുണ്ട്. വന്നോ ഓടി വാ ഓടി വാ. ഡീ നമുക്ക് അതിനെ ആദ്യം വൃത്തിയാക്കിട്ട് നല്ലോണം മേത്തൊക്കെ വെള്ളം ഒഴിക്കാൻ കേട്ടോ. അമ്മ താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ തന്നെ എല്ലാവർക്കും ഒത്തിരി നന്ദിയിട്ട്. അവർ ചാടിക്കൊണ്ടിരിക്കും. ഞാൻ പിടിച്ചുകൊണ്ട് പോട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഒരുപാട് നന്ദി. വാ പുക ബാ ടെസാ നടക്ക് വീട്ടിലേക്ക് നടക്ക്. വാ ഓടി വാ അവിടെ നിന്നോ നീ. പുല്ല് തിന്നുന്നു കേട്ടോ. നമ്മുടെ എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർ പറഞ്ഞ് നല്ലതാണ് പുല്ല് തിന്നുന്നതെന്ന്. ഇവിടെ ഞാൻ അങ്ങനെ വിളിച്ചാൽ വരില്ല. പോവാം. പോകാം. ഇത് ഏതോ കുട്ടിനെ പോലെ ആയി. എൻ്റെ കുട്ടിയേ അല്ല കേട്ടോ. ഇച്ചിരി മാറിപ്പോയിട്ടുണ്ട്. നോക്ക്. ബാ ഇതെന്താ വേഷം. ഇതിനൊക്കെ തുടച്ചിനി വൃത്തിയാക്കണമെങ്കിൽ തന്നെ ഒരു ലോഡ് പണിയാണ്. ബാ നടക്ക്. ബാ പൊന്നു വാ. എച്ച് വൃത്തിയാവുക. എന്ത് കോലമാണ്. ആൾക്കാർ ഞങ്ങളുടെ ലിസക്കുട്ടി മാറിപ്പോയി പറയുമല്ലോ അപ്പാ. ഇത് എന്ത് കോലമാണിത്. ഇതാണ് ഒന്നത്തെ ഓണപരിപാടിൻ്റെ പുതിയത്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ. ഞാൻ കട്ട് ചെയ്യാൻ പോകണേ. എന്നാൽ ശരിയാവില്ല. ഓക്കെ, താങ്ക് യു.